നിങ്ങളുടെ അടുത്ത് ഓയിലി സ്കിൻ ആണോ? അത് മാത്രമല്ല, നിങ്ങൾക്ക് പഴയ പിമ്പിൾസിന്റെ മാർക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാനായിട്ട്, പെട്ടെന്നല്ല, നോർമലി പോകുന്ന പോലെ പോവാം. പക്ഷേ അതിന് വേണ്ടി ഒരു സിമ്പിൾ റൊട്ടീൻ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നല്ലതാണ്. അത് യൂസ് ചെയ്യുക. മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് 2 നേരം യൂസ് ചെയ്യുമ്പോൾ ചെറിയ ഡ്രൈനെസ് തോന്നുന്നുണ്ടെങ്കിൽ നൈറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. മോർണിംഗിൽ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് കഴുകിയാലും മതി. രണ്ടാമത്തത് ഫോക്സ്റ്റേലിന്റെ ട്രാൻഎക്സാമിക് ആസിഡ് സിറം, അത് വാങ്ങിച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇത് മോർണിംഗും നൈറ്റും മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ദെൻ ഒരു സൺസ്ക്രീൻ. ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിക്സ്ഡെർമയുടെ ജെൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. ഇത് അധികം ഓയിൽ പ്രൊഡക്ഷനും ഉണ്ടാക്കത്തില്ല, നമ്മുടെ ഫേസിനൊരു ബാലൻസ്ഡ് എഫക്റ്റ് തരികയും ചെയ്യും. നൈറ്റിൽ വേണമെങ്കിൽ ഇപ്പോൾ ഹൈഡ്രേഷൻ ചെയ്യുന്ന എൻ്റെ പി ഒ വിയിലാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അതിന് നല്ലത് പ്ലമ്മിൻ്റെ നയാസിനമൈഡ് മോയ്സ്ചറൈസറാണ്. സ്കിപ്പ് ചെയ്തെന്നും പറഞ്ഞ് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാതെ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ഈ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത്രയെങ്കിലും ഒരു സിമ്പിൾ സ്റ്റെപ്പ് ചെയ്താൽ നമുക്കൊരു ചേഞ്ച് ഡെഫിനറ്റ്ലി മനസ്സിലാവും. പക്ഷേ എന്തായാലും മോയ്സ്ചറൈസർ എൻ്റെ ഒപ്പീനിയൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്ലമ്മിൻ്റെ എന്തെങ്കിലും ഡോട്ട് കൺബോക്സിൽ ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.